ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്ന വിദ്യാർത്ഥി സമരവേള മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് പ്രചരിക്കുന്ന AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രൂപമാറ്റം വരുത്തിയ വീഡിയോകളുടെ പേരിൽ മെറ്റ ഇന്ത്യ മേധാവി അരുൺ ശ്രീനിവാസനും നിരവധി സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്കുമെതിരെ ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ മെറ്റയുടെ ഉടമസ്ഥയിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൃത്രിമം വരുത്തിയ വീഡിയോകൾ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. ഈ ഉള്ളടക്കം പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാമെന്ന് സംശയിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ഭാരതീയ ന്യായ സംഹിത, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നിവയിലെ വ്യവസ്ഥകളുടെ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. AI ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോകളുടെ ഉറവിടം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അവ എങ്ങനെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു, ഇവയുടെ പ്രചരണം തടയുന്നതിൽ മെറ്റയുടെ നിലവിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമായിരുന്നോ എന്നിവയെക്കുറിച്ച് സൈബർ ക്രൈം പോലീസ് അന്വേഷിക്കുകയാണ്. കൃത്രിമമായി തയ്യാറാക്കിയ ഈ ഉള്ളടക്കം നിർമ്മിക്കുകയോ അപ്ലോഡ് ചെയ്യുകയോ പങ്കിടുകയോ ചെയ്തതായി ആരോപിക്കപ്പെടുന്ന വ്യക്തികളുടെ പങ്കും അന്വേഷണത്തിൽ പരിശോധിക്കും. AI വഴി സൃഷ്ടിക്കപ്പെടുന്ന തട്ടിപ്പുകൾ, വ്യാജ പരസ്യങ്ങൾ, മറ്റ് കൃത്രിമ ഉള്ളടക്കങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിനും നീക്കം ചെയ്യുന്നതിനുമുള്ള കമ്പനിയുടെ സംവിധാനങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകാൻ ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ് മെറ്റ പ്രതിനിധികളെ വിളിച്ചു വരുത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മെറ്റ പ്രതിനിധി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ ഹാജരായി കമ്പനിയുടെ ഉള്ളടക്ക നിയന്ത്രണം, അനുസരണ നടപടികൾ എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചതായി റിപ്പോർട്ടുണ്ട്. AI സൃഷ്ടിച്ച തെറ്റായ വിവരങ്ങളുടെ വ്യാപനത്തെക്കുറിച്ചും ദോഷകരമായ ഉള്ളടക്കത്തിന്റെ പ്രചാരണം തടയുന്നതിനുള്ള ഇടനിലക്കാരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ വർദ്ധിച്ചു വരുന്ന സൂക്ഷ്മ പരിശോധനയെ ഈ കേസ് അടിവരയിടുന്നുണ്ട്. അന്വേഷണം ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലാണെന്നും ഒരു നിഗമനത്തിലും എത്തിയിട്ടില്ലെന്നും പോലീസ് പറയുകയാണ്. അന്വേഷണത്തിനിടെ ശേഖരിക്കുന്ന ഡീറ്റെയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളെന്നും പോലീസ് പറയുകയാണ്. അതേസമയം മറ്റൊരു സംഭവത്തിൽ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രി മോദിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച് ഒരു സ്ത്രീക്കെതിരെ സീറോ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നോയിഡ സ്വദേശിയായ രുചിക സിംഗിനെതിരെ ഗാന്ധിയാബാദ് സ്വദേശിയായ സ്മൃതി സിംഗ് നൽകിയ പരാതിയിലാണ് 29-ന് ഗൗതം ബുദ്ധ് നഗറിലെ എക്സ്പ്രസ് വേ പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. ജൂലൈ 23-ന് നടന്ന പ്രതിഷേധത്തിനിടെ രുചിക സിംഗ് പ്രധാനമന്ത്രിക്കെതിരെ അപകീർത്തികരമായും അതോടൊപ്പം തന്നെ മോശവുമായ ഭാഷ പ്രയോഗിക്കുകയും അതുവഴി ഭരണഘടനാപരമായ പദവിയുടെ അന്തസ്സിനെ ഹനിക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. വിദ്വേഷം വളർത്താനും വിദ്വേഷം പ്രചരിപ്പിക്കാനും പൊതുസമാധാനം തകർക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ഈ പരാമർശങ്ങളും അതോടൊപ്പം തന്നെ സാമൂഹിക സംഘർഷം സൃഷ്ടിക്കാനും സാമുദായിക ഐക്യം തകർക്കാനും സാധ്യത ഉണ്ടെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 352, അതോടൊപ്പം തന്നെ 353, അതോടൊപ്പം തന്നെ 356/1 എന്നീ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്.